ഒന്ന് രണ്ട് പേര് വരികയും ഇത് കണ്ട് പ്രോത്സാഹനം. അത് വന്നതെന്ന് പറഞ്ഞാൽ അസീസിലെ ഡോക്ടർമാരൊക്കെയാണ് വന്ന് ഇതെല്ലാം ഒന്ന് കണ്ട് ഇതായതിനു ശേഷം അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അതും പല അഭിപ്രായങ്ങളും പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമായി. പോകുന്ന കണ്ണനല്ലൂർ റൂട്ടാണ്. കണ്ണനല്ലൂർ റൂട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ വെളിച്ചിക്കാല റൂട്ടാണ്. വെളിച്ചിക്കാല കുണ്ടുമ റൂട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ അവിടെ വന്നപ്പോഴത്തേക്ക് തടിയിൽ ചെയ്ത വെറൈറ്റി സാധനങ്ങൾ, തടിയിൽ ചെയ്തിരിക്കുന്ന നല്ല, അതായത് കപ്പലായാലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ചെയ്തു വെച്ചിരിക്കുന്ന അതിൻ്റെ ആ മേശിരിയെ നമുക്കൊന്ന്, ഇതിൻ്റെ ഓണറേയും ആ പണിഞ്ഞ മേശിരിയെയും നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ മേശിരി പറയുന്നതാണ്. ഓണറും അതിൻ്റെ തലമണ്ട പ്രവർത്തിച്ച മേശിരിയെ നമുക്കൊന്ന് പറയാം. ഓണറും മേശിരി ഒരാൾ തന്നെ. അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മേശിരി ചോദിക്കാം. നമസ്കാരം മേശിരി. നമസ്കാരമുണ്ട്. അപ്പം മേശിരി ഇപ്പോൾ എത്ര വർഷം കൊണ്ട് ഇപ്പോൾ ഈ പണി ചെയ്യുന്നുണ്ട്? തടിയുടെ പണി 40-45 വർഷം, 40 വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെന്നാ തുടങ്ങിയത്? ഇതിപ്പോ തുടങ്ങിയ ഒരു 7-8 മാസമായി. 7 മാസമായതുള്ളൂ. അപ്പം അണ്ണ അതിനു മുമ്പ് തടിയുടെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഫർണിച്ചറിന്റെ പണിയായിരുന്നു ഏറ്റവും കൂടുതൽ. ആദ്യം അണ്ണ ഫർണിച്ചറിന്റെ പണിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അണ്ണൻ ആ ചെയ്ത രീതിയും കാര്യങ്ങളൊക്കെ അണ്ണൻ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിന്റെ സാധനങ്ങളുടെ ഓർഡറും കാര്യങ്ങളൊക്കെ അണ്ണൻ അതിന്റെ ഏരിയയും കാര്യങ്ങളെല്ലാം അണ്ണൻ തന്നെ പറയും. ഞങ്ങൾ പറയുന്നില്ല, അണ്ണൻ തന്നെ പറയും. അണ്ണാ ശരി പറഞ്ഞോണ്ണ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്കായിട്ട് കൊറോണ ഇങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷമേ വർക്ക് ഇച്ചിരി അങ്ങ് ഡള്ളായി. ഡള്ളായപ്പോൾ ഫർണിച്ചറിന്റെ മറ്റുള്ള കാര്യങ്ങളൊന്ന് ഡിമ്മായപ്പം അങ്ങനെ ഇവിടെ വന്നിരുന്ന സമയത്ത് എനിക്കിങ്ങനെ എൻ്റെ മക്കള് യൂട്യൂബൊക്കെ എടുത്ത് വെച്ചും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കാണിക്കാന്നൊക്കെ പറഞ്ഞു. ഇത് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ളതില്ല, ഇതൊന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ 1-2 ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പം പിന്നെ പിള്ളേർ മോനും മോളും ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ കുറേ പടങ്ങൾ, അതൊക്കെ ഫൈബറിലും മറ്റുള്ള രീതിയിൽ ചെയ്തതാണ്. പടങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തന്നപ്പം പിന്നെ അത് തോന്നി ഇത് ചെയ്യാം എന്നുള്ളൊരു മനസ്സിലൊരു ഉറപ്പ് ധൈര്യമാണ്. അങ്ങനെ ഒരു ഇതായിട്ട് തുടക്കമായിട്ട് ഞാനൊരു ഷിപ്പും ഒരു കാളവണ്ടിയും ഒരു മോറീസിൻ്റെ 2 കാറും ഒക്കെ ചെയ്ത് വെച്ച ഒരു ഇത് പോളിഷ് ചെയ്ത് അങ്ങോട്ട് ഇറക്കിയ അന്ന് 1-2 പേര് വരികയും ഇത് കണ്ട് പ്രോത്സാഹനം. അത് വന്നതെന്ന് പറഞ്ഞാൽ അസീസിലെ ഡോക്ടർമാരൊക്കെയാണ് വന്ന് ഇതെല്ലാം ഒന്ന് കണ്ട് ഇതായതിനു ശേഷം അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അതും പല അഭിപ്രായങ്ങളും പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമായി. തടിയിൽ ചെയ്തതായതുകൊണ്ട് സന്തോഷമായി. അങ്ങനെ 1-2 ഐറ്റങ്ങൾ അവരൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ചെയ്തു വെച്ച സാധനം 1-2 അങ്ങ് പോയപ്പോൾ നമുക്ക് കൂടുതലും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം കൂടി. അപ്പോഴത് വിജയിക്കും എന്നുള്ളൊരു ഇതായി. അങ്ങനെ വീണ്ടും ഇത് തന്നെ കുറെ തുടങ്ങിയൊക്കെ പോകുന്ന ആഴ്ചകൾ പോകുന്നുണ്ട്. പിന്നെ ബൾക്കായിട്ട് ആൾക്കാരെ എടുക്കാൻ വരുന്നുണ്ട്. അങ്ങനെ 1-2 ഇത് നമുക്ക് ഇതിപ്പം ചെയ്യുന്ന പോലെ ഇതിപ്പോ ഇത് തന്നെ ചെയ്താൽ എത്ര ദിവസം എടുക്കും? ഇത് 7 ദിവസം എടുക്കും. 7 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാവും. 7 ദിവസം കൊണ്ട് പൂർത്തിയാവും. ഇപ്പൊ ഇത് ചെയ്യുന്ന തടി ഏതാണെന്ന് പറയാം? തേക്കാണ്. ഫുൾ തേക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. തേക്കിനകത്ത് ഫിനിഷിങ് ചെയ്തു. അതായത് നമുക്ക് തേക്കിനകത്ത് ചെയ്ത് നല്ല രീതിയിൽ ഫിനിഷിങ് ചെയ്തു. അത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതുവഴി പോകുമ്പോഴത്തേക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അതാണ് ഇതൊക്കെ എങ്ങനെയാണ്? ഇത് കാളവണ്ടി. ഇത് എത്ര ദിവസമുണ്ട്? ഇത് 2 ദിവസം. 2 ദിവസം ഉണ്ട്. ഇതെല്ലാം 2 ദിവസം തന്നെ. ഈ കാളവണ്ടി കുതിര എല്ലാം 2 ദിവസം തന്നെ. 2 ദിവസം. അപ്പൊ നമ്മള് പറയുന്ന തടി ചെയ്തു കൊടുക്കുമോ? ഏത് തടിയാന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. മേശിരി അതണക്ക് പണി ചെയ്തിരുന്നതാണ്. വിലഭാഗങ്ങളൊക്കെ എന്ന് പറയാം. വിലഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് 8500. ഇത് നമ്മളിപ്പോ 8500 കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്നവർ 10,000-15,000 ഒക്കെ തരുന്നുണ്ട്, റേറ്റ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മള് ജോലിക്കൂലി. ഇതൊക്കെ എങ്ങനെ വരാം? ഇത് 2000, ഇത് 3000, ഇത് 2500. ഇതൊരു വെറൈറ്റി സാധനം ഇവിടെ ഉണ്ട്. പഴയ ഒരു കാൽപ്പെട്ടിയാണ്. അല്ല കാണാനൊക്കെ ഇത് തേക്കാണ് സംഭവം? അല്ലല്ല, അത് മഹാണി ചെയ്തതാണിത്. അത് കണക്ക് തന്നെ നമ്മുടെ പഴയ മോഡൽ വേണ്ട. ഇതൊരെണ്ണം വേറൊന്നും ഞാൻ കാണിച്ചു തരാണ്ട്. ഇത് പഴയ മോഡൽ. ഇത് മോറിസിന്റെ കാറാണ്. പഴയ മോഡൽ വേണ്ട, പഴയ മോഡലാണ്. വേണ്ട, മോറിസിന്റെ കാറാണ്. ഇതൊന്നും റേറ്റ് എങ്ങനെ വരും? അത് 1500 രൂപ. ഇത് 1500 രൂപയേ ഉള്ളൂ. അതും നമ്മൾ പറയുന്ന തടിയിലും മേശിരി പണി ചെയ്യുന്നതാണ്. അപ്പോൾ തടി മാറുന്നതനുസരിച്ച് വിലയും മാറും കേട്ടോ. ഇത് കണക്ക് തന്നെ അടുത്ത JCB ആണിത്. അപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല രീതിയിൽ ഈ വീട്ടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ JCB ഒക്കെയാണ്. കാരണം അവർ ഇത് കണ്ട് പഠിക്കണം. ഈ തടിയിലാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്. ഇത് ഇങ്ങനെ മൂവാണിത്. നല്ല മൂവ് ചെയ്യുന്ന സാധനമാണ്. എല്ലാ മൂവിങ് കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. ഇതാ കണ്ടോ, ഇതെല്ലാം മൂവാണ്. പിന്നെ അതെങ്ങനെ വെച്ചിട്ട് വില? ഇത് 6500. ഇത് വരുന്ന 6500 ആണ്. ടൈറ്റാനിക്കിന്റെ കപ്പലാണ് ഇത് കേട്ടോ. അത് കണക്ക് തന്നെ ഇവിടെ ഒരു
വെള്ളം ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുണ്ടൻ വെള്ളം. പിന്നെ ഈ കെട്ടുവെള്ളം. ഓക്കെ, അതാണ്ട് ഇതൊരു കെട്ടുവെള്ളമാണ്. മേശ്ശേരി ഇതിപ്പം ഈ നമ്മുടെ ഈ റൂട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത്. ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കണ്ണനല്ലൂരിൽ നിന്ന് ആയൂര് പോകുന്ന റൂട്ടാണ്. ആയൂര് പോകുന്ന റൂട്ട്. കുണ്ടുമണം എന്ന് പറഞ്ഞ ഏരിയ. ഈ സ്ഥലം എന്ന് പറയുന്നത് കുണ്ടുമൺ. ഓക്കെ. കണ്ണനല്ലൂരിൽ നിന്ന് നമ്മൾ ആയൂരേക്ക് പോകുന്ന വഴിയിൽ കുണ്ടുമൺ മുസ്ലിം. പിന്നെ ഇത് മേശ്ശേരി ഇത് മൊത്തത്തിലേ ഇത് നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരാൾക്ക് കടയ്ക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുമല്ലോ. ഓർഡർ വരുന്നുണ്ടല്ലോ. കടയ്ക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് മേശ്ശേരി. പിന്നെ അതായത് പിന്നെ ഇപ്പൊ മേശ്ശേരിയുടെ നമ്പർ അതിനകത്ത് കൊടുക്കാം. അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേശ്ശേരി കുറച്ച് ഐറ്റംസ് അകത്ത് മേശ്ശേരി പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ ചെറുത് ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. ചാളവണ്ടിയുടെ ചെറുത് അത് ഞാനിപ്പോ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഷോക്കേസ് വെക്കാൻ വേണ്ടി, ചെറിയ ഷോക്കേസ് ഉള്ളവർക്ക് ഷോക്കേസ് വെക്കാൻ വേണ്ടിയുള്ള ഇതെന്താ മേശ്ശേരി ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇതാ ഇതിന്റെ ബാക്കപ്പിന്റെ തുടക്കമാണ്. ഇത് തുടക്കമാണ് കേട്ടോ. ചെയ്ത് പണി തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ് ഇത് മൊത്തം ഇങ്ങനെ തേക്കും തടിയിൽ ചെയ്ത് വരുന്നതാണ്. ഇനി ഇത് പണിഞ്ഞ് പൂർത്തിയാവുമ്പോഴത്തേക്ക് അതേ കണക്കാവും. നമ്മൾ നേരത്തെ കാണിച്ച കണക്കാവും. ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേശ്ശേരി നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് കൊല്ലം ജില്ലയിൽ, അതായത് കൊല്ലം ജില്ലയിൽ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ വെളിച്ചിക്കാൽ ഏരിയ ആണ്. കൊല്ലം ജില്ലയിൽ ഇതേ കണക്ക് നമുക്ക് ചെയ്യുന്നത് ഞങ്ങളറിവിൽ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം മേശ്ശേരിക്കാരെ കിട്ടാനും ഭയങ്കര പാടാണ്. ഇതൊക്കെ പണിയുന്ന മേശ്ശേരിക്കാർ കുറവാണ്. അപ്പോൾ നമുക്ക് മേശ്ശേരി ഇപ്പം ഏത് രീതിയിൽ പണി തരണമെന്ന് പറഞ്ഞാലും മേശ്ശേരി പണിഞ്ഞു തരുന്നതാണ്. അപ്പം നമ്പറും കാര്യങ്ങളും ഞങ്ങൾ ഇതിനകത്ത് കൊടുക്കാം. ആർക്കെങ്കിലും വേണമെങ്കിലോ അല്ലെങ്കിൽ ഇത് ഹോൾസെയിലായിട്ട് വേണമെങ്കിലോ മേശ്ശേരി തരും. അപ്പോൾ മേശ്ശേരിയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. മേശ്ശേരി ഓക്കെ.